Okay, now let's see information system audit. എന്താണ് ഈ ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? സി, നമ്മൾ ഒരു 2000-നൊക്കെ മുമ്പേ നമ്മൾ അധികവും ഒരു മാനുവൽ ബേസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റംസ് ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ അതിനുശേഷം വലിയ രീതിയിൽ ബാങ്കുകളിലും മറ്റുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലേക്കും കമ്പ്യൂട്ടർ വരികയും കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മാനുവൽ വർക്കുകളൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയി മാറുന്നൊരു സാഹചര്യം ഉണ്ടായി അല്ലേ. അപ്പോൾ അവിടെ പണ്ട് കാലത്തൊക്കെ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാനുവൽ എറേഴ്സ് ഒരുപാട് ഉണ്ടാവുമായിരുന്നു, കാൽക്കുലേഷൻ മിസ്റ്റേക്സ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. അത് കണ്ടുപിടിക്കലായിരുന്നു അവരുടെ മേജർ ആയിട്ടുള്ള അവർ 90% അവരുടെ പണി എന്ന് പറയുന്നത് ഈ ഫിഗേഴ്സിലുള്ള കറക്ഷൻസ്, പിന്നെ ഈ കാസ്റ്റിംഗ് എറേഴ്സ്, അതേപോലെ തന്നെ ഈ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്കുകൾ, ഇങ്ങനെയുള്ള കുറേ അരിത്മാറ്റിക്കൽ മിസ്റ്റേക്കുകൾക്ക് സാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നു. അതിലായിരുന്നു ഓഡിറ്റേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ടോട്ടലിങ്ങും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ചെയ്യും. പക്ഷേ ഇതിൽ കുറേ മാനിപ്പുലേഷൻസിന് സാധ്യതകളുണ്ട്. ഓക്കെ, ഇത് കൃത്യമായിട്ട് ചിലപ്പം നമ്മൾ ആ ബാക്ക് എൻഡിൽ നമ്മൾ എന്താണോ നമ്മൾ കോഡിങ് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് വരിക അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കറക്റ്റായിട്ട് ഒരു ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ ഏരിയയിൽ മാത്രം നമുക്കൊരു ഓഡിറ്റ് മതിയാവില്ല. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റംസ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്പനികളിൽ നമ്മൾ ഇൻഫർമേഷൻ സിസ്റ്റംസ്, അവരുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റംസും കൂടെ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അവരുടെ പ്രോസസ്സും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റഡി ചെയ്യണം. അതിൻ്റെ മേലൊരു ഓഡിറ്റ് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നൊരു ഓഡിറ്റ് നമ്മൾ വിളിക്കാം ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ് എന്ന് നമ്മൾ വിളിക്കാം. ഓക്കെ, അപ്പം IS ഓഡിറ്റ് ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം കൺട്രോൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ എത്രമാത്രം ഈ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം നമ്മൾ എത്രമാത്രം എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നു അത്രമാത്രം നമ്മളുടെ റിസൾട്ടുകളും ആക്യുറേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അതിനനുസരിച്ച് നമ്മളതിൽ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മിസ്റ്റേക്കുകളും അതിൽ ഉണ്ടാവാം. ഓക്കെ, നമ്മൾ പോലും അപ്പം നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില എറേഴ്സൊക്കെ നമുക്ക് ചിലപ്പം വരാം കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ. അപ്പം അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ആക്ച്വലി എന്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റിൽ വരുന്നത്. ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ആൻ ഓർഗനൈസേഷണൽ ഫങ്ഷൻ. അതൊരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫങ്ഷണൽ ആക്ടിവിറ്റിയാണ്. അതിൽ ദാറ്റ് ഇവാലുവേറ്റ്സ് അസറ്റ് സേഫ് ഗാർഡിങ്. ഓക്കെ, ഇവർക്ക് ഒരുപാട് അസറ്റുകൾ ഉണ്ടാവും. ആ അസറ്റുകൾ സേഫ് ഗാർഡ് ചെയ്യുക. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ സെർവേഴ്സ്, കമ്പ്യൂട്ടേഴ്സ്, അങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ സേഫ് ഗാർഡിങ് ചെയ്യുക എന്ന് പറയുന്നത് അത് എത്രമാത്രം അവർ പ്രോപ്പറായിട്ട് സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പം അതിൻ്റെ ഫിസിക്കൽ സേഫ് ഗാർഡിങ്, അതേപോലെ തന്നെ ഡാറ്റ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്രമാത്രം പ്രോപ്പറായിട്ട് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഓഡിറ്റിൽ ചെക്ക് ചെയ്യണം. അതുപോലെ ഡാറ്റ ഇൻറ്റഗ്രിറ്റി, അവരുടെ ഈ ഡാറ്റ എത്രമാത്രം ഇൻറ്റഗ്രിറ്റി ഉള്ളതാണെന്ന് എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പ് ഞാനൊരു കസ്റ്റമൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നില്ല. ഈ സോഫ്റ്റ്വെയർ നോർമലി ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന സാധനം ഡെബിറ്റും ക്രെഡിറ്റും വന്നിട്ട് ആക്ച്വലി ടാലി ആവണം. പക്ഷേ ഈ ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല. അപ്പോൾ എവിടെയോ ഇവരുടെ ഒരു കാൽക്കുലേഷനിൽ എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡാറ്റ എത്രമാത്രം ഇൻറ്റഗ്രിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ ഈ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും കറക്റ്റായിട്ട് വരണം അല്ലേ. അപ്പോൾ അതൊക്കെ കറക്റ്റ് വരുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഒന്ന് സേഫ് ഗാർഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റഗ്രിറ്റി ഓഡിറ്റർ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. പിന്നെ സിസ്റ്റം എഫക്റ്റീവ്നെസ്, എത്രമാത്രം എഫക്റ്റീവാണ് ഈ ഒരു സിസ്റ്റം. ഓക്കെ, കൃത്യ സമയത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ വേറൊരു സിസ്റ്റത്തിൽ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ആവാണല്ലോ. അപ്പോൾ അതിൻ്റെ എത്രമാത്രം എഫക്റ്റീവാണ് മറ്റേ സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എഫിഷ്യൻസി, സ്റ്റാഫുകളുടെയും നമ്മുടെ വർക്കിൻ്റെയൊക്കെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോർമലി എന്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റിൽ നോർമലി വരിക. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് എന്ത് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓഡിറ്റുകളിൽ നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഓഡിറ്റ്. ഓക്കെ, എന്തിനാണ് നമ്മൾ ഈ ഒരു IS ഓഡിറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് ലീഡിങ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് IS ഓഡിറ്റ്. എന്തൊക്കെയാണ് ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാവുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് കോൺസിക്വൻസ് ഓഫ് ലൂസിങ് ഡാറ്റ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഡാറ്റ ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് അസറ്റ് എന്ന് നമുക്കാണെങ്കിൽ പറയാം അല്ലേ. അപ്പം ഡാറ്റ ഉള്ളവർ എന്താണ് ഇനി അങ്ങോട്ടേക്ക് റൺ ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ AI കാലഘട്ടത്തിൽ വരെ നമുക്ക് കാണാൻ പറ്റുക അല്ലേ. അപ്പം ലൂസിങ് ഡാറ്റ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർ ഡാറ്റകൾ നമുക്ക് എന്താണ് ലൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആ ബിസിനസ്സിന് വലിയ നഷ്ടമാണ്. അപ്പോൾ അതുണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മളതിൽ മോണിറ്റർ ചെയ്യും. അതേപോലെ തന്നെ ഹൈ വാല്യൂ ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് പേഴ്സണൽസ്. പിന്നെ
ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ അസറ്റ്സുകളും കാര്യങ്ങളൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സേഫ് ഗാർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടറിലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണല്ലേ, വലിയ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും ഹാർഡ്വെയർസുമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് എംപ്ലോയീസും ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു IT ടെക്നിക്കൽ ആയിട്ടുള്ള ഒരാളെ നമുക്ക് ഹയർ ചെയ്യണമെങ്കിൽ, ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ഒരാളെ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് ഫ്രഷേഴ്സിന് തന്നെ അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി. സോ ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. നമുക്കതെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രോപ്പറായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയൊക്കെ മാനിപ്പുലേഷൻസും മിസ്സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അത് ഒരു കാരണമാണ് IS ഓഡിറ്റ് ചെയ്യാൻ. പിന്നെ ഹൈ കോസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ എറേഴ്സ്. ഒന്ന് ലൂസിങ് ഡാറ്റ ഈസ് എ ഫാക്ടർ. അതിനപ്പുറത്തേക്ക് നമ്മളുടെ എറർ നടക്കും അല്ലേ. ചില സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ പ്രോപ്പർ കെയർ എടുക്കാത്തത് കൊണ്ട് നമ്മളുടെ എൻ്റർ ഇടുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മിസ്മാച്ചസോ അല്ലെങ്കിൽ മിസ്റ്റേക്സോ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ എറർ വരും. ഓക്കെ, അപ്പോൾ അത് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ എറർ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയം ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, പോവും. അപ്പോൾ അതൊക്കെ കറക്റ്റ് അതിൻ്റെ സിസ്റ്റംസ് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് അവർ അതിൻ്റെ ടാസ്കുകളും കാര്യങ്ങളും അസൈൻ ചെയ്ത് കൊടുക്കുന്നില്ലേ എന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ പോസിബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ അബ്യൂസ്. കമ്പ്യൂട്ടർ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം കമ്പ്യൂട്ടർ നല്ലോണം അറിയുന്ന ആളുകൾ അറിയാത്ത ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, മിസ്യൂസ് ചെയ്യപ്പെടാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവയർനെസ് കുറവ് കാരണം വേറെ ആളുകളെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റിലൂടെ നമുക്ക് അതിനൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ പോസിബിലിറ്റി ഓഫ് മിസ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് ബിക്കോസ് ഓഫ് ഡിസിഷൻ ടേക്കിംഗ് ഓൺ ഇൻകറക്റ്റ് ഡാറ്റ ആൻഡ് ഡിസിഷൻ റൂൾസ്. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഡാറ്റ അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക അല്ലേ. അപ്പോൾ ആ തീരുമാനം നമ്മൾ എടുക്കുന്നത് ഈ റോങ് ഇൻഫർമേഷൻ ആണ് എങ്കിൽ നമ്മൾ ആ തീരുമാനം മൊത്തത്തിൽ തെറ്റും അല്ലേ. നമ്മളുടെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എഫക്റ്റ് ചെയ്യും, നമ്മുടെ ടാക്ടിക്കൽ ഡിസിഷൻസ് എഫക്റ്റ് ചെയ്യും, നമ്മളെ ലോങ് റണ്ണിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗോയിങ് കൺസേൺ തന്നെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഡാറ്റയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടല്ലേ പോകുന്നത് എന്ത് ചെയ്യുക, ഓഡിറ്റർ ചെക്ക് ചെയ്യും. പിന്നെ ടു കൺട്രോൾ എവല്യൂഷണറി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനം ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നാളെ യൂസ് ചെയ്യുക. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്ത പോലെയല്ലേ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇനി അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകണില്ല. അപ്പോൾ അതൊരു എവർ ഇവോൾവിങ് ഒരു സയൻസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒരു കൺട്രോളിങ് നമുക്ക് അതിൻ്റെ മേലെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിപ്പോൾ നമുക്ക് ബിസിനസ് നമുക്ക് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകേണ്ടി വരും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഹോട്ടൽ ബിസിനസ് വരെ ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് വിത്ത് IT ആണ് അല്ലേ, ഇൻഫർമേഷൻ ടെക്നോളജി ആണ് അല്ലേ, സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡേഴ്സ് കാര്യങ്ങൾ. അപ്പോൾ അത്രയും കമ്പ്യൂട്ടർ ഇല്ലാതെ അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറൈസ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഇല്ലാതെ നമുക്കിനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് അത്രയും എവല്യൂഷണറി ലെവലിലേക്ക് അതിനെ വളർത്തിയെടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു വളർച്ചയിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഒരു മേലെ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ഒരു കൺട്രോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ആ ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ ഓഡിറ്റ് നമ്മളുടെ ബിസിനസ്സിന് എന്ത് ചെയ്യാം, ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടു മെയിൻറ്റെയിൻ പ്രൈവസി ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സൺസ്. ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്ന മറ്റൊരു പ്രശ്നമാണ് എന്ത്, ഇപ്പം ഇൻഫർമേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അതിൻ്റെ ഇപ്പം പ്രത്യേകിച്ച് നമ്മളെ ഈ CCTV പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ കോൺഫിഡൻഷ്യൽ ഡാറ്റാസ് ഇതിലേക്കൊക്കെ ആക്സസ് പലപ്പോഴും ഈ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പം കൂടുതൽ ആക്സസ് ഉണ്ടാവും. അപ്പോൾ അവരതിനെ മിസ്യൂസ് ചെയ്യാനൊക്കെ സാധ്യതകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഉണ്ടാവും. അപ്പം ഒരു കമ്പ്യൂട്ടറൈസ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സൊല്യൂഷനാണ് ആക്ച്വലി എന്ത്, ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ്. അതാണ് അതിൻ്റെ അകത്തുക എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. പിന്നെ ഈ ഒരു ഭാഗങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ ഓഡിറ്റുകളൊക്കെ വരുന്നത് പലപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മളുടെ മെറ്റീരിയൽ ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. എക്സാമിന് അതിൻ്റെ നമ്മളുടെ വേർഡ്സിൽ നമ്മൾ അതിനെന്ത് ചെയ്യുക, ഒന്ന് ഇലോബറേറ്റ് ചെയ്ത് എഴുതുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ.